അല്ല ഏതായാലും ഏട്ടത്തി ഡിവോഴ്സ് വാങ്ങി പോവാന്ന് ഉറപ്പായില്ലേ? ചുമ്മാ വെറുതെ വർത്താനം പറയല്ലേ. ഹിമാതിരി ഫ്രോഡ് പരിപാടി കാണിച്ച ഒരാളുടെ കൂടെ ഏത് പെണ്ണ് ജീവിക്കും സുധീഷേട്ടാ? എടാ അത് ലവ് കൊണ്ടാടാ. ഹയ്യേ, ഇതാണോ ലവ്? എന്തേ ഇത് ലവ് അല്ലേ? ഞാൻ കരുതിയത് നീ പ്രേമത്തെ കുരുങ്ങിയപ്പോ എന്റെ പ്രശ്നം കുറച്ചെങ്കിലും മനസ്സിലാവൂന്നാ. എല്ലാവരും സ്വാർത്ഥന്മാരാണല്ലോ ദൈവമേ. എന്റെ സുധീഷേട്ടാ, പ്രേമം സ്വാഭാവികമായിട്ടുണ്ടാവണം. ഇത് ശരിക്കും പിടിച്ചു പറിക്കണ പോലല്ലേ? ഹലോ, നീതും നീ തമ്മിലുള്ള പ്രേമം എങ്ങനെയായിരുന്നു? നീ ആദ്യമൊക്കെ ഒഴിവാക്കാൻ നോക്കിയതല്ലേ? അവള് നിന്നിൽ നിന്ന് പിടിച്ചു മേടിക്കല്ലേ ചെയ്തത്? അല്ല, അതുപോലെയാണോ ഇത്? അല്ലേ? അല്ല, ഇത് ട്രാപ്പ് ഒരുക്കി അതിൽ വീഴ്ത്തി സ്വന്താക്കണ ഏർപ്പാട് പോലെയാ. ഓ, അവള് നിന്നെ ട്രാപ്പിൽ വീഴ്ത്തി തന്നെയാണ്. ഇമോഷണൽ ട്രാപ്പ് കേട്ടാ. എടാ, ഒരു തരത്തിലെ എല്ലാ പ്രേമത്തിലും ഒരു ഇമോഷണൽ ട്രാപ്പ് കാണും. സുധീഷേട്ടൻ ചെയ്തല്ലോ. എന്താ സംശയം? എടാ, എനിക്ക് അവളോടൊരു ഇമോഷൻ ഉണ്ട്. അതുകൊണ്ട് സ്വന്തമാക്കാനായി ഞാനൊരു ഇന്റലക്ച്വൽ ട്രാപ്പ് ഒരുക്കിയെന്ന് മാത്രം. മനസ്സിലായോ? അതാണ് തന്നെ കൊടുക്കാനുള്ള കെണിയാണ് സുധീഷേട്ടൻ ഒരുക്കിയെന്ന് മനസ്സിലായ ഏടത്തി ഇപ്പൊ അതിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു മാത്രം. ചെറുക്ക, അതെങ്ങനെ നടത്താതിരിക്കണോന്നേ ഞാൻ നോക്കിക്കോളാം. നീ ഇതൊന്നും ദൈവം ഇത് സുഭാഷിന്റെ അടുത്ത് പോയി പറയരുത്. ആ ഒരു ഉപകാരമെങ്കിലും എനിക്ക് വേണ്ടി ചെയ്തു താ. ഞാനെന്തിനു പറയണം? അധികം വൈകാതെ കോടതിയിൽ നിന്ന് ഒരു നോട്ടീസ് വരില്ലോ, അപ്പറിഞ്ഞോളൂ. നീ എന്താണ് ഇങ്ങനെ പെരുമാറുന്നേ? അയ്യേ, 2 മിനിറ്റിനുള്ളിൽ വരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 20 മിനിറ്റ് കഴിഞ്ഞല്ലോ. കുറച്ച് വൈകി. അല്ല, എന്തിനാ വിളിച്ചേ? അത് എന്തിനാ വിളിച്ചെന്നോ? അപ്പൊ കല്യാണത്തിന്റെ കാര്യമൊക്കെ മറന്നോ? നിങ്ങളല്ലേ കുറച്ച് കഴിഞ്ഞിട്ട് ആലോചിച്ചാ മതി എന്ന് പറഞ്ഞു. എന്നിട്ടിപ്പോ നാളെ എത്രയായി? വീണ്ടും തുടങ്ങണമെങ്കിൽ നിങ്ങളല്ലേ പറയണ്ടേ? ഓ, അതിന് കാത്തിരിക്കായിരുന്നു എന്നതാ പറഞ്ഞിരിക്കുന്നു. എത്രയും പെട്ടെന്ന് തന്നെ സുഭാഷേട്ടന് പറ്റിയൊരു ബന്ധം കണ്ടെത്തിക്കോണം കേട്ടല്ലോ. ഏറ്റവും മുമ്പത്തെ പോലെ നടക്കാതെ പോരുതേ പറഞ്ഞു. അതെ, എനിക്ക് ബന്ധം കണ്ടെത്തി കൊണ്ടുവരാനേ കഴിയൂ, അല്ലാതെ ഇഷ്ടപ്പെടുത്താൻ പറ്റില്ല. കൊണ്ടുവരുന്ന പല കേസുകളും നാട്ടിലെ അന്വേഷിക്കുന്നതോടെ അവര് വേണ്ടാന്ന് പറഞ്ഞു പോകും. അവസാനം ശരിയായിട്ട് വന്ന ഒരെണ്ണം നിങ്ങളുടെ ചേട്ടന്റെ പിടിവാശി കാരണം അലസി പോവുകയും ചെയ്തു. അയ്യോ, പഴയ കഥയൊന്നും പറയണ്ട. ഇപ്പൊ വീടിന്റെ അവസ്ഥ ആകെ മാറി. എന്റെ കല്യാണം കഴിഞ്ഞു. ഹരീഷിന്റെ പെൺകുട്ടി റെഡിയായി നിൽക്കാ, നല്ല സുന്ദരി കുട്ടി. ഇനി സുഭാഷന്റെ കല്യാണം കൂടെ കഴിഞ്ഞാ മതി. ശരി, നമുക്ക് നോക്കാം. പിന്നെ വണ്ടിക്ക് പെട്രോളിന് മഴയുണ്ടാ? പെട്രോൾ 500 ചേഞ്ച് ഇല്ലാത്തോണ്ടാ. പെട്ടെന്ന് ആയിക്കോട്ടെ കാര്യങ്ങളൊക്കെ. ശരി, വിട്ടോ. ഒരു 500 പോയി. നിന്റെ അളിയൻ വരുന്നുണ്ട്. അവനെ വിട്. അനിയന്റെ അളിയനെ കണ്ടിട്ട് കുശലം ചോദിക്കാതെ വിടാൻ പറ്റുമോ? ഞാൻ നോക്കട്ടെ. കൊളത്തിക്കോ. ഹലോ അളിയാ, ചതവ് നീരൊക്കെ മാറിയോ? എന്താടാ പരിഹസിക്കാമോ? ഓ, അനിയന്റെ അളിയനെ കണ്ടപ്പോ സുഖവിവരം തിരക്കിയതാണേ. പുറത്ത് നീ നന്നായിട്ട് പണിയുന്നുണ്ടെന്ന് എനിക്കറിയാം. അവളെ കൊണ്ട് പോലീസിനെ വിളിപ്പിച്ചതിന്റെ ബുദ്ധി നിന്റെ ആണെന്നും എനിക്കറിയാം. പക്ഷേ അതുകൊണ്ടൊന്നും നിനക്ക് അവളെ കിട്ടുമെന്ന് കരുതണ്ട. നിനക്ക് ഇപ്പോഴും നിന്റെ അനിയത്തിനെ മനസ്സിലായിട്ടില്ല മോനെ. അവളെ നീ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യണ്ട, നീ തോറ്റുപോകും. അരെ വാ, കണ്ടില്ലടാ, ഇതാണ് കാമുകിയോടുള്ള അചഞ്ചലമായ വിശ്വാസം. എടാ, നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഇവൻ അവളെ കെട്ടിയിരിക്കും. അത് നമുക്ക് നോക്കാം. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം അത് നടക്കില്ല. അപ്പൊ കാര്യം സിമ്പിൾ ആയല്ലോ. നിന്നെ അങ്ങോട്ട് കൊന്നു കഴിഞ്ഞാലേ ആ പ്രശ്നം തീർന്നില്ല ഹരീഷ്, ഇല്ലേ? അതിപ്പോ കോഴിയെ കൊല്ലുന്ന പോലെ വേണോ അത് പോത്തിനെ വെട്ടുന്ന പോലെ വേണോ എന്ന് തീരുമാനിച്ചാൽ അന്ന് കിട്ടിയതൊന്നും പോരെ നിനക്ക്. അടി അരന്ന് മേടിക്കാൻ വന്നേക്കാണോ നാണം കെട്ടവനെ? അവളിപ്പോഴും എന്റെ വീട്ടിലാ, അത് നീ ഓർത്തോ. അവളെ തിരിച്ചു കൊണ്ടാക്കിയത് ഞാനാണെങ്കിലേ ഇറക്കാനും എനിക്ക് പറ്റും, അത് നീയും ഓർത്തോ. മാസാണല്ലോടാ. പിന്നല്ല.
അമ്മേ, ആ അച്ചാറിച്ചിരി എടുത്തരോ? എന്തിനാ ഇപ്പൊ ഓഫ് ചെയ്തേ? പാട്ട് നിനക്ക് കേൾക്കാൻ വേണ്ടി മാത്രം വച്ചാ മതി, നാട്ടുകാർ മുഴുവൻ കേൾപ്പിക്കണോ? നീ TV കാണുമ്പോ ഇതിൽ ശബ്ദം ഉണ്ടാവാറുണ്ടല്ലോ. പറയുന്നത് കേട്ടില്ലേ അമ്മേ? നമ്മളെല്ലാരും ടെൻഷനിലാക്കിയിട്ട് അവള് മാത്രം സൂചിച്ചിരുന്ന് ഉണ്ണുവാ. നീ ടെൻഷൻ ആവുന്നതിന് ഞാൻ എന്ത് വേണം? നിന്നെ കാണുമ്പോഴേ എനിക്ക് അറപ്പ് വരുവാ. എനിക്കും അതേടാ, നിന്നെ കാണുമ്പോഴേ ഛർദിക്കാൻ വരും. അച്ഛനുണ്ടാക്കുന്ന തിന്നു മുടിക്കാൻ ഒരു ആൺകുട്ടി. പോടാ, വാ വന്നടിക്കേ. ഹലോ ശാന്തി മാഡം, ഒറ്റ വിളി നീ തീർന്നു. കഥം കലാസ്. ഇന്നും ഇവിടെ ആ ഹരീഷിനെ പോയി കണ്ടിരുന്നു, അറിയോ? ഇന്നും പോയി കണ്ടെന്നാ? ഞാൻ ഇന്നലെയും ഇന്നും ഹരീഷിനെ കണ്ടു, നാളെയും കാണും. ഇനി ദിവസവും കൊണ്ട് സംസാരിക്കും. നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? പോടാ. നീ എന്തെങ്കിലും ചെയ്താ അവള് പോലീസിനെ വിളിക്കും, പിന്നെ അത് അതിലേറെ പ്രശ്നമാവും. എന്തിനാ പോലീസ് വന്നത് നാട്ടുകാർ ചോദിക്കും. ഇവള് കേസ് കൊടുത്തിട്ടാണെന്ന് അറിഞ്ഞാൽ അതിലേറെ നടക്കണം. അതെ, ഇവൾക്ക് ഇവളുടെ ഇഷ്ടം പോലെ ജീവിക്കണം. അതിനുവേണ്ടി നമ്മളെ ജയിലിറക്കാൻ ഇവള് മടിക്കില്ല. നമ്മൾ പോയി അവൾക്ക് ഇവളുടെ ഇഷ്ടത്തിന് ജീവിക്കാലോ. അതിനുവേണ്ടി അവൾ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത്. ഇങ്ങനെ എന്നെ ചീത്ത വിളിച്ചോണ്ടിരുന്നാലും ഞാൻ പോലീസിനെ വിളിക്കും. മാനസിക പീഡനവും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, അറിയാലോ. നിന്റെ അഹങ്കാരം ഒരു ദിവസം ഞാൻ തീർത്തു തരുന്നുണ്ട്. അത് നീ വിചാരിച്ച നടക്കില്ലാകില്ലേട്ടാ. കുറച്ചേരം വാ അടിച്ച് മിണ്ടാതിരിക്കും. ഞാൻ TV കാണട്ടെ. നീ പോകാൻ നോക്ക്. എന്താ സ്റ്റാച്ചു ആയോ? അടിക്ക്, വന്നടിക്കടാ. എന്റെ പൊന്നു മോനെ, അവൾ ഒരുമ്പിട്ട് ഇറങ്ങിയേക്കാം. നീ പോവാൻ നോക്ക്. പോടാ. ശരി, ഞാൻ എന്തായാലും നോക്കിട്ട് പറയാം. എന്താണ് നികേഷ്? ഒരു ഭാഗത്ത് സുധീഷ്, ദേ അവിടെ ഹരീഷ്. നിർത്താതെ ഫോൺ വിളിയാണല്ലോ. ഇനി എന്തേലും ബിസിനസ് സംസാരിക്കാണോ? അവരോ ഏടത്തേക്ക് വേറെ പണിയില്ലേ? ആരോടെങ്കിലും വിളിച്ച് കത്തിവെച്ചോണ്ടിരിക്കും. ഹരീഷേട്ടാ, ഹരീഷേട്ടൻ രാത്രി ഫോൺ വിളിച്ചോ? പക്ഷെ ഇടയ്ക്കിടയ്ക്ക് പറയ് വേറെന്താ, ആ വാക്കുകളൊക്കെ ഒന്ന് മാറ്റി പിടിക്കട്ടോ. കേട്ടിട്ട് ബോറടിക്കുന്നു, അതാ. വേണ്ട വേണ്ട. എന്താ ഹരീഷ്, മറുപടി ഒന്നുമില്ലല്ലോ? ഉണ്ടാവൂലല്ലോ. നീതുവിന്റെ വീട്ടിലെ അവൾ ആരെങ്കിലും അടിച്ചോ ഉപദ്രവിച്ചോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. കേറി ഇവൻ ഉറങ്ങായിരിക്കും ഞാൻ വിചാരിച്ചു. എല്ലാം ഒളിഞ്ഞിരുന്ന് കേൾക്കായിരുന്നില്ലടാ കള്ള. ഇനി ഞാനേ റോട്ടി പോയി വിളിച്ചോളാം. പ്ലീസ് ഡേവിഡ്, അങ്ങനെ ചെയ്താൽ മതി. ചെവിക്ക് കുറച്ച് സ്വയം കിട്ടുമല്ലോ. ശരി ഏട്ടാ, ഞാൻ നോക്കിട്ട് വിളിക്കാം. ആരായിരുന്നു ഫോണില്? അതാ ബ്രോക്കറാ. ഏതോ ഒരു പുതിയ ബന്ധം ഒത്തു വന്നിട്ടുണ്ട്. പക്ഷെ ഒരു വിഷയമുണ്ട്. പെണ്ണിന്റെ വീട്ടുകാർക്ക് ആദ്യം ജാതകം കാണണമെന്ന്. സുഭാഷ് ചേട്ടന് ജാതകം ഉണ്ടാ? നിനക്ക് കൊല്ലപ്പെടിണ്ടോ ഹരീഷേ? എനിക്കെങ്ങനെ അറിയാം? ഈ വീട്ടിലാർക്കും ജാതകം ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല. അത് ശരിയാ, എല്ലാ ഗ്രഹങ്ങൾക്കും നിലതെറ്റിയ സമയത്താണല്ലോ നമ്മൾ ജനിച്ചത്. പിന്നെ ഗ്രഹത്തിലുണ്ടാവുക ചിലപ്പോ അകത്ത് വല്ല പെട്ടിക്കുള്ളിലും വെച്ചിട്ടുണ്ടെങ്കിലോ? ഏയ്, അതിനൊരു സാധ്യതയില്ല. സുഭാഷ് ചേട്ടനെല്ലാം അടുക്കി പറക്കി വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ട്. ഉണ്ടെങ്കിൽ അത് ഭദ്രമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടാവും. നമുക്കൊന്ന് ചോദിച്ചു നോക്കിയാലോ? അത് നല്ലതാ. പക്ഷെ പെൺവീട്ടുകാർക്ക് കാണിക്കാനെന്ന് പറയാതെ ചോദിക്കണം. അത് നല്ലതാ.
പക്ഷെ പെൺവീട്ടുകാർക്ക് കാണിക്കാനെന്ന് പറയാതെ ചോദിക്കണം. ആ ആ, ദേ സുഭാഷ് ഏട്ടൻ വരുന്നുണ്ട്. സുഭാഷിട്ടം വരുന്നുണ്ട്. ആഹാ, എല്ലാരും കൂടെ സഭ കൂടിയിരിക്കാണല്ലോ. എന്താ സുഭാഷ് ഏട്ടാ, എല്ലാവർക്കും കൂടി സംസാരിക്കാൻ പാടില്ലെന്നുണ്ടോ? ഞാൻ അങ്ങനെ പറഞ്ഞോ? എല്ലാരും കൂടെ നേരത്തെ വീട്ടിലെത്തുന്ന പതിവില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചാ. ഓ ആ, ഞാനൊന്ന് കൈയും കാലും കഴിയട്ടെ. മോളെ, ഓഫീസിൽ നിന്ന് വന്നിട്ട് കാപ്പി കുടിച്ചായിരുന്നോ? ആ, ഞാനും നികേഷും കുടിച്ചു. ആ, ഡാ, കേട്ടില്ലടാ, നീയും ഞാനും ജോലി കഴിഞ്ഞിട്ട് വരുന്നവരല്ലേ, എന്നിട്ട് നമ്മളോട് ചോദിച്ചാ ഇല്ല. സുഭാഷ് ഏട്ടൻ നിധിയാ സ്പെഷ്യല്. ഓ, അല്ല, ജോലി ചെയ്തു വരുന്നത് എന്റെ കാര്യത്തില് ശരിയാ. സുധീഷേട്ടൻ ഒരു പണിയില്ലാണ്ട് തെക്ക് മടക്കം നടക്കല്ലേ? വേണ്ടട്ടാ. സുഭാഷിട്ടം വരുന്നുണ്ട്, ചോദിക്കാം. എന്താടാ? അത് അതെ, ഈ സുഭാഷ് ഏട്ടാ, നമ്മുടെ ഈ ജാതകം ഉണ്ടാ? ആരുടെ അതും? ചേട്ടൻ തന്നെയാ. അതൊന്നും കാണില്ല. എന്തേ? അല്ല, വെറുതെ ചോദിച്ചേ ഉള്ളൂ. ഞങ്ങൾ വെറുതെ ഇങ്ങനെ സംസാരിച്ചോണ്ടപ്പോ ജാതകത്തിന്റെ ടോപ്പിക്ക് വന്നേ. ഇവിടെ ആർക്കെങ്കിലും ജാതകം ഉണ്ടോന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചാ. നേരം പോയി പൂക്കൈത മറപറ്റി കാലങ്കോഴി കുളക്കോഴി തത്തി ചാടുന്നേ. ഇവിടെ ആർക്കും ജാതകമുള്ളതായിട്ട് എനിക്കറിയത്തില്ല. നീ അത് വേണമെങ്കിൽ അച്ഛനോട് ചോദിക്കാം. എന്നാ പിന്നെ സുഭാഷ് ഏട്ടൻ ചോദിച്ചു നോക്കൂ. ആ, ശരി. കിട്ടിയാലോ? എന്തിനാ സുധിച്ചേട്ടാ വെറുതെ? ചോദിക്കട്ടാ, ചിലപ്പോ കിട്ടിയാലോ? കൊല്ലാക്കുല കൊല്ലുടിയേ കൊല്ലാക്കുല കൊല്ലടിയോ. അച്ഛാ, നേരം പോയി കൊല്ലാക്കുല കൊല്ലടി. അച്ഛാ, മനുഷ്യനൊരു പാട്ട് പാടാനുള്ള സൗകര്യം പോലും ഇല്ലടാ. എന്താ അച്ഛൻ ഉള്ളിലേക്കൊന്ന് വരുമോ? ഒരു കാര്യം ചോദിക്കാനാ. അതിവിടെ വെച്ചാൽ നിങ്ങൾ ചോദിച്ചാ പോരെ? ഒരു കാര്യം ചോദിക്കാനാ അച്ഛാ, ഒന്ന് വാ. വരാം. നീ ശിവനെ, എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ ഇരിക്കുന്നിടത്തേക്ക് വരണം. ഇനി എനിക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഇരിക്കുന്നിടത്തേക്ക് വരേണ്ട കാര്യമില്ല. കാരണം ഞാനാണ് കാരണവർ. കാരണവരോട് മര്യാദ കാണിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ആം ഐ കറക്റ്റ് മോളെ? കറക്റ്റ്. നിനക്ക് മര്യാദയുണ്ട്, എന്റെ മക്കൾക്ക് അതില്ല. ഓ, പിന്നെ കിലോമീറ്ററുകൾ ലോറി ഓടിച്ച് വന്നേന്നും അല്ലല്ലോ, അവിടെ നിന്ന് ഇവിടം വരെ വന്നല്ലേ. എടാ, വള സംസാരിക്കാതെ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കടാ. ഡോണ്ട് വേസ്റ്റ് മൈ ടൈം. മൈ പൈന്റ് ഈസ് വെയിറ്റിംഗ്. ഹരീഷ്, അതെ, ഞങ്ങൾക്കെല്ലാവർക്കും ജാതകം ഉണ്ടോ? എന്താ ജാതകം? എന്താ ജാതകം എന്ന് പറഞ്ഞ അറിഞ്ഞൂടി? ഓ, ഇംഗ്ലീഷിൽ പറയണമായിരിക്കും. ഹോറോസ്കോപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? അതുണ്ടോ ഞങ്ങൾക്കെന്ന്? അതെന്തിനാണെന്നാ ചോദിച്ചേ? അല്ല, നിങ്ങളുടെ മക്കളായി പറഞ്ഞത് കൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാന്ന് അറിയാൻ വേണ്ടിയാ. ഈ ജന്മെങ്കിലും ഞങ്ങൾ രക്ഷപ്പെടുമെന്ന് അറിയാൻ നോക്കാനേ. അതിനെന്തിനാ ജാതകം നോക്കത്തെ? എന്നോട് ചോദിച്ചാ പോരെ? ഓ, ജോത്സ്യൻ. നിങ്ങളുടെ ആരുടെയും തലയിലെടുത്ത് കാൽ കാശിന് കൊള്ളൂല. വളരെ മോശം. വെരി ബാഡ്. പോരെ? നിങ്ങളുടെ ആരുടെയും തലയിലെടുത്ത് കാൽ കാശിന് കൊള്ളൂല. വളരെ മോശം. വെരി ബാഡ്. പോരെ? നിങ്ങൾക്ക് കൊള്ളാവുന്നൊരു ജോലി, കൊള്ളാവുന്നൊരു ജീവിതം, ഇതൊക്കെ കഷ്ടിയ. കല്യാണയോഗം തീരെയില്ല. ഇനി അഥവാ കഴിഞ്ഞാലും അനുഭവിക്കാനുള്ള യോഗം കാണില്ല. പോരെ? സൂപ്പറായി. ഹോ, സമാധാനത്തോടെ കുടിച്ചോണ്ടിരുന്നവനെ വിളിച്ചു വരുത്തി ചോദിക്കാൻ കണ്ട കാര്യം. നേരം പോയി പൂക്കൈത മറപറ്റി. ഇത് പറഞ്ഞ ആളുടെ ലൈഫ് പിന്നെ ഗംഭീരമാണല്ലോ. അതേടാ, ഞാൻ കെട്ടുകയും ചെയ്ത് എനിക്ക് പിള്ളേരും ഉണ്ടായി.
അങ്ങേരുടെ മക്കളായിട്ട് ജനിച്ച തന്നെ ദൈവവിധി. അതിലും വലിയ ശിക്ഷ കിട്ടാനില്ല. ആ കറക്റ്റ്. ഇനിയിപ്പോ എന്തിനാടാ ജാതകം നോക്കുന്നത്? നമുക്ക് അതിലൊന്നും ഒരു വിശ്വാസം ഇല്ലാത്തല്ലേ. അതല്ല സുഭാഷ് ഏട്ടാ, ഇന്ന് ഓഫീസിൽ ഒരു അസ്ട്രോളജർ വന്നിരുന്നു. ശരിക്കും വാസ്തുവൊക്കെ നോക്കുന്ന ആളാ. ഓഫീസിലുള്ളവരുടെ ജാതകം നോക്കി ഫ്യൂച്ചറിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെയുള്ളവരുടെ ജാതകം കൊണ്ടുപോയി നോക്കാമെന്ന്. അതാ സതീഷ് ചോദിച്ചേ. ഇപ്പൊ അതിലൊന്നും വലിയ കാര്യമില്ല മോളെ. ആ ഹലോ, ആ പറഞ്ഞോ. ആ സുധീഷ് ഏട്ടന്റെ കൂടെ കൂടിന്റെ ഗുണം ഏട്ടത്തേക്ക് കാണാനുണ്ട്. എന്ത് ഗുണം? ഇൻസിഡന്റ് ആയിട്ട് നോണ പറയുന്നത് അല്ലാതെന്താ? ഞാൻ വെറുതെ ഓഹോ, വെറുതെ. ഞാനും വെറുതെ പറയുന്നത്. ഇനി എന്ത് ചെയ്യും? ഇനി നല്ല അലയൻസ് ആണെങ്കിൽ ഇക്കാര്യം പറഞ്ഞ് നടക്കാതെ പോവോ? ജാതകം ഇല്ലാന്ന് പറഞ്ഞ പോരെ? ഒരു ഐഡിയ ഉണ്ട്. പറഞ്ഞ ചീത്ത വിളിക്കരുത് കേട്ടോ, പറഞ്ഞേക്കാം. എന്താണാവോ? അതെ, നമുക്കൊരു ജാതകം ഉണ്ടാക്കിയാലോ? ജാതകം ഉണ്ടാക്ക ജനനദിവസം സമയം പറഞ്ഞ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അതിലെന്താ കുഴപ്പം? അതല്ലെന്ന്. ശുക്രനില് ചൊവ്വ, വ്യാഴ ഉച്ചയില്, ചന്ദ്രനില് ഗുരു, ഗുളികളില് കേതു എന്നൊക്കെ പറയൂലേ, അതുപോലെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു ഗംഭീര ജാതകം എഴുതിക്കണം. ഒരു 5 വർഷം കഴിഞ്ഞാലേ രാജയോഗാണെന്ന് അങ്ങ് തട്ടിവിട്ടേക്കണം. അപ്പോഴോ അതൊന്നും ശരിയാവില്ല. സുഭാഷ് ഏട്ടൻ അറിഞ്ഞാലോ? ഹൈ, ജാതകത്തിൽ വിശ്വസിക്കാത്ത ആൾക്ക് ഇപ്പൊ എന്തായാലും എന്താ? സുധിച്ചേട്ടൻ ഉണ്ടാക്കിക്കോ. അല്ലടാ നികേഷേ? എനിക്ക് വലിയ കുഴപ്പമായിട്ട് തോന്നുന്നില്ല. എടുത്ത അഭിപ്രായം എന്താ? എനിക്കറിയില്ല. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്. സുഭാഷ് ഏട്ടനൊരു നല്ല ബന്ധം ഉണ്ടായി കണ്ടാ മതി. അതാണ്. അപ്പൊ ചെയ്യാലേ? എങ്ങനെ എഴുതിയാലും സുഭാഷ് ഏട്ടൻ എങ്ങനെയുള്ള ആളാന്ന് നമുക്കറിയാലോ. ഏത് കുട്ടി ഭാര്യയായിട്ട് വന്നാലും സന്തോഷത്തോടെ കഴിയും, അതുറപ്പാ. ഓക്കെ, ഡൺ. ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. ഇരിക്കെ. ഓ, എന്താ പറയൂ, ആർക്കു വേണ്ടിയാ വന്നിരിക്കുന്നേ? ഞങ്ങൾക്ക് വേണ്ടിട്ടല്ല, ഞങ്ങളുടെ ചേട്ടന് വേണ്ടിട്ടാ. പറഞ്ഞോളൂ. ആളുടെ ജാതകം എന്താണെന്നൊന്ന് അറിയണം. ജാതകം തരൂ, ഫലം പറയാം. ഈ ജാതകം ഉണ്ടാക്കണം. മനസ്സിലായില്ല. അതായത് വീട്ടില് ചേട്ടന് പെണ്ണ് ആലോചിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ബന്ധം ഒത്തു വന്നിട്ടുണ്ട്. പക്ഷെ പെൺവീട്ടുകാർക്ക് ജാതകം നിർബന്ധ. ചേട്ടനാണെങ്കിൽ ജാതകം ഇല്ല. ഒരെണ്ണം എഴുതി തരാൻ പറ്റുമോ? അതിനെന്താ? നിങ്ങളുടെ ജ്യേഷ്ഠന്റെ പേര്, ജനിച്ച ദിവസം, സമയം ഇതൊക്കെ പറയൂ. ജനിച്ച ദിവസം അറിയാം, പക്ഷെ നേരം അറിഞ്ഞൂടാ. നേരം അറിയാതെ എങ്ങനെ ജാതകം എഴുതും? അല്ല, ഈ ജാതകം പെർഫെക്റ്റ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ജനിച്ച തീയതി പറയാം. ആ തീയതിയിലെ ഏറ്റവും നല്ല നേരം നോക്കി ഒരു ഉഗ്രൻ ജാതകം എഴുതി തന്നാ മതി. എല്ലാ സൗഭാഗ്യങ്ങളുള്ള ഒരു ജാതകം. അതെ, പണി എളുപ്പമായി. അങ്ങനൊന്നും എഴുതാൻ പറ്റില്ല. നിങ്ങൾ പൊക്കോളൂ. ജനിച്ച നേരം പറഞ്ഞാലേ എഴുതാൻ പറ്റുള്ളൂ. അത്രേ പറ്റൂ. ജോത്സരെ, ഞങ്ങൾക്ക് ഇതിലൊന്നും ഒരു വിശ്വാസവും ഇല്ല. പിന്നെ കല്യാണത്തിന് ഇത് മസ്റ്റാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം വന്നതാ. ഒരു നല്ല സമയം നോക്കി ഒരു നല്ല സൂപ്പർ ജാതകം ഇങ്ങോട്ട് എഴുതാ. നിങ്ങൾ കൊടുക്കുന്ന ജാതകം ഏത് പെണ്ണിന്റെ ജാതകമായിട്ട് ചേർത്ത് വെച്ചാലും 10ൽ 10 പൊരുത്തം. അങ്ങനെ ഒരെണ്ണം എഴുതാൻ എത്ര കാശാവെന്ന് പറ, അത് ഞങ്ങൾ അങ്ങ് തരും. മോനെ, ഇതിനൊരു സത്യമുണ്ട്, അത് ലംഘിക്കാൻ പറ്റില്ല. നിങ്ങൾ പറയുന്ന പോലെ ഒരു നുണജാതകം എഴുതി തരാൻ എനിക്ക് പറ്റില്ല. പോയി നേരം അറിഞ്ഞു വാ, കൃത്യമായ ജാതകം അപ്പൊ എഴുതരാം. ഹലോ, വാശിയാണോ? നിങ്ങൾ എന്തെഴുതിയാലും അതിലൊന്നും ഞങ്ങൾക്ക് വിശ്വാസം ഇല്ലാന്ന് പറഞ്ഞല്ലേ? പിന്നെന്താ? പിന്നെ എന്തിനാ താനിങ്ങനെ ബലം പിടിക്കുന്നത്? മിണ്ടായിരിക്കടാ. ജോലി കഴിയുമ്പോ ചോദിക്കുന്ന കാശ് അങ്ങോട്ട് തരാന്ന് പറഞ്ഞല്ലേ? പിന്നെന്താ കുഴപ്പം? നിങ്ങൾ എല്ലാവരുടെ അടുത്ത് ഇത് തന്നെയല്ലേ ചെയ്തോണ്ടിരിക്കുന്നത്? അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ ജീവിതത്തിൽ സംഭവിക്കൊന്നുമില്ലല്ലോ. വരുന്ന ആളുകളോട് കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ ഒരു സങ്കടമുള്ള സംഭവം നടന്നിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ സന്തോഷമുള്ള ഒരു സംഭവം നടന്നിട്ടുണ്ടെന്നോ നിങ്ങൾ അവരോട് പറയും. അവരപ്പോ അതിൽ വീഴും. കാരണം എന്താ? ഇവിടെ വരുന്ന മിക്കവാറും ആൾക്കാർ സാധാരണ മനുഷ്യരായിരിക്കും. അവർക്ക് എന്തായാലും എന്തെങ്കിലും ഒരു സങ്കടം എല്ലാ മാസവും ഉണ്ടാവും.
ഇല്ലെങ്കിൽ നിങ്ങൾ സംസാരിച്ച് അതങ്ങ് ഉണ്ടാക്കും. അതല്ലേ ഏർപ്പാട്. നീ ഒന്ന് വെറുതെടാ. നിങ്ങൾ വലിയ സത്യം ധർമ്മവും നോക്കണ്ട. ജാതകം എഴുതുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഭാഷയില്ലേ, ആ ഭാഷയിൽ എഴുതിങ്ങ് തന്നാ മതിയെന്നേ. ആ ജാതകം കണ്ടു കഴിഞ്ഞാ ഒരു നല്ല ജാതകമാണെന്ന് തോന്നണം. ധനയോഗം, മാലയോഗം, രാജയോഗം തുടങ്ങി നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ യോഗങ്ങളുണ്ടോ അതൊക്കെ അതിൽ വേണം. നിങ്ങൾക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ? അങ്ങനെ പറ്റില്ലെന്നല്ലേ പറഞ്ഞത്? ജോത്സ്യ, മര്യാദക്ക് ഞാൻ പറഞ്ഞ പോലെ എഴുതി തന്നില്ലെങ്കിൽ നിങ്ങൾ ഈ പണിയെടുത്ത് ജീവിക്കൂല. താൻ ഒരു കള്ളനാണെന്നും തട്ടിപ്പുകാരനാണെന്നും ഞാൻ ഈ നാട് മൊത്തം അങ്ങ് പറഞ്ഞു പരത്തും. അറിയാലോ, ഈ മേഖലയിലെ ഒരുപാട് തട്ടിപ്പുകാരുള്ളതുകൊണ്ട് അത് വിശ്വസിക്കാൻ വളരെ ഈസി ആയിരിക്കും. പിന്നെ ഈ ബോർഡും വെച്ച് കാശുണ്ടാക്കാൻ പറ്റില്ല. അത് വേണമെന്ന് നന്നായിട്ട് ആലോചിക്കേ. നിർത്ത്, ചുമ്മാടാ വെറുതെ ചീള് കേസ് ഇതൊക്കെ. സ്വാമി, കല്യാണം നടക്കാത്ത വിഷമത്തില് സുധീഷേട്ടൻ അതിരുവിട്ട് സംസാരിച്ചു പോയതാ. ഞങ്ങൾക്ക് വേണ്ടത് നല്ലൊരു ജാതക, അത് സ്വാമി എഴുതി തരണം പ്ലീസ്. അതിനുള്ള കാശ് ഞാൻ തരാം പ്ലീസ്. ഇതിലിപ്പോ എന്താ ഇത്ര മാത്രം ആലോചിക്കാനുള്ളത്? എടാ, ഇത്രയും തിരക്കിട്ട പണി നടക്കുമ്പോ പെണ്ണ് കാണാനാണോ നീ എന്നെ കൂട്ടിക്കൊണ്ട് വന്നത്? ശരിക്കും ഇതൊക്കെ ചെയ്യേണ്ടത് നിങ്ങളാ. അതിനുള്ള താല്പര്യമില്ല, ഗഡ്സുമില്ല. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യണം. എന്നിട്ട് കുറച്ചു നേരം വീട്ടിൽ നിൽക്കണമെന്ന് പറഞ്ഞാൽ അത് നേരത്തെ പറഞ്ഞ് സമ്മതം വാങ്ങണം. നിങ്ങൾ ഉണ്ടാവണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടൊന്നുമല്ല, പിന്നെ വരണവര് ചോദിക്കുമല്ലോ, അതുകൊണ്ടാ.